ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024-2025 അക്കാദമിക വർഷത്തിൽ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഈ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജാനുവരി 22 മുതൽ ആരംഭിക്കുകയാണ്. തീർച്ചയായും എല്ലാ സ്കൂളുകളിലും ഓൾമോസ്റ്റ് ലാബുകൾ ചെയ്തു പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്ന സമയമായിരിക്കും. തീർച്ചയായിട്ടും 2023-2024 ഈ 2 വർഷവും പബ്ലിക് എക്സാമിനേഷനും ആ വർഷങ്ങളിലെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ചോദിച്ച ക്വസ്റ്റ്യന്റെ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 2025ലും ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ 2 വർഷത്തെയും പബ്ലിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 9 കോണിക് സെക്ഷൻസ്. ഈ ലാബിൽ നിന്ന് 2024ൽ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം ഈ ലാബിന്റെ ആൻസർ എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, അതുപോലെ ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2024ൽ ഈ ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ 2023ലും സിമിലർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. 2 മാർക്കാണ് അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ഉള്ളത്. 1-2 സ്റ്റെപ്പുകളുണ്ട്. പ്രൊസീജിയർ ഒന്നും കാണാതെ പഠിക്കേണ്ട, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് എ സ്ലൈഡർ സി. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾക്കറിയാം. ആദ്യം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡറിന്റെ പേരെന്താണ്? സി എന്നാണ്. ഓക്കെ, സ്ലൈഡർ സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ സ്ലൈഡറിന്റെ പേര് എ എന്നാണ്. അത് എഡിറ്റ് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കുക? സി എന്ന് കൊടുക്കുക. മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ഇൻക്രിമെന്റ് ഒന്നും പറയാത്തത് കൊണ്ട് അത് അതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, വച്ചിരുന്നാൽ മതി. ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് നമ്പർ 2, plot 2 points a equal to c, 0 and b equal to minus c, 0. 2 പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് ഡിഫോൾട്ട് ആയിട്ട് ക്യാപിറ്റൽ എ എന്ന് തന്നെ വരും. അതുകൊണ്ട് ക്യാപിറ്റൽ എ ഈക്വൽ ടു എന്ന് അടിക്കേണ്ട. ജസ്റ്റ് ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് ചെയ്താൽ മതി. c, 0. എന്റർ കൊടുക്കുമ്പോൾ എ എന്ന പോയിന്റ് ആയിട്ട് തന്നെ അത് വരുന്നു. അടുത്ത് കൊടുക്കേണ്ടത് ക്യാപിറ്റൽ ബി. രണ്ടാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ബി എന്ന് തന്നെയാണ് വരുന്നത്. ആ പോയിന്റ് എന്താണ് കൊടുക്കേണ്ടത്? മൈനസ് c, 0. മൈനസ് c, 0. എന്റർ കൊടുക്കുക. സോ 2 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തെന്താണ് വേണ്ടത്? സ്റ്റെപ്പ് 3, ക്രിയേറ്റ് അനദർ സ്ലൈഡർ എ with minimum value 0, maximum value 14 and increment 0.01. അനദർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ പേരെന്താണ്? എ. അപ്പോൾ വീണ്ടും മറ്റൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു. അവിടെ എന്താണ്? എ തന്നെയാണ്. മിനിമം വാല്യൂ എന്താ കൊടുക്കേണ്ടത്? 0 എന്നാണ് കൊടുക്കേണ്ടത്. മാക്സിമം വാല്യൂ എന്താണ്? 14. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അതുപോലെ ചെയ്യുക. ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 0.01 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. സോ ആ സ്റ്റെപ്പും കഴിഞ്ഞു അല്ലെ. ഇൻക്രിമെന്റ് 0.01. നെക്സ്റ്റ്, പ്ലോട്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് എ സെന്റേർഡ് അറ്റ് ക്യാപിറ്റൽ എ അല്ലെ. ക്യാപിറ്റൽ എ സെന്റർ ആയിട്ടുള്ള, റേഡിയസ് എ ആയിട്ടുള്ള ഒരു സർക്കിൾ നമുക്ക് എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ സർക്കിൾ ടൂൾ അറിയാലോ, ഇതാണ് സർക്കിൾ ടൂൾ അല്ലെ. ഇവിടെ ഓൾറെഡി നമ്മൾ മൂവ് കൊടുത്ത് ഇനാക്റ്റീവ് ആക്കുക സ്ലൈഡർ ടൂൾ. ഇനി സർക്കിൾ, അതിലേതാണ് വേണ്ടത്? സെന്റർ അറിയാം, റേഡിയസ് അറിയാം. അത് സെലക്ട് ചെയ്യുക. സെന്റർ ക്യാപിറ്റൽ എ. അപ്പോൾ ഈ എയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റേഡിയസ് എത്രയാണ്? സ്മോൾ ലെറ്റർ എ എന്ന് തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ റേഡിയസ് എ ആകത്തക്ക രീതിയിൽ ഒരു സർക്കിൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ചെയ്യണം. അത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ സ്റ്റെപ്പും ഓക്കെ. നെക്സ്റ്റ്, പ്ലോട്ട് അനദർ സർക്കിൾ ഓഫ് റേഡിയസ് 14 മൈനസ് എ സെന്റേർഡ് അറ്റ് ബി. 2023ൽ ഇത് 12 - a ആയിരുന്നു. ഇപ്പോൾ 24ൽ 14 - a. ഈ വർഷം നമ്പർ വേറെ ഒന്നായിരിക്കും, അത്രയേ ഉള്ളൂ. സോ ക്യാപിറ്റൽ ബി സെന്റർ ആയിട്ടുള്ള മറ്റൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ക്യാപിറ്റൽ ബി. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഇത് സെലക്ട് ആയിരിക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ഒരിക്കൽ കൂടെ സെലക്ട് ചെയ്യണമെന്നില്ല, വീണ്ടും ചെയ്യാം വേണമെങ്കിൽ. ക്യാപിറ്റൽ ബിയിൽ ക്ലിക്ക് ചെയ്യുക. കാരണം അതാണ് സെന്റർ. റേഡിയസ് എന്താണ്? 14 - a. 14 - a. ഓക്കെ കൊടുക്കുമ്പോൾ ഒരു വലിയ സർക്കിൾ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് മൂവ് ബട്ടൺ കൊടുത്തത് ക്ലോസ് ചെയ്യാം. ഇത് നമ്മളൊന്ന് സൂം ഇൻ ചെയ്യുമ്പോൾ നമുക്കത് വലിയ സർക്കിളും ഇവിടെ കാണുവാൻ സാധിച്ചു. ഓക്കെ, ഇതാണ് വലിയ സർക്കിൾ. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പ് ക്ലിയർ ആയി കഴിഞ്ഞു. അടുത്ത് പ്ലോട്ട് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻസ് ഓഫ് സി ആൻഡ് ഡി ഓഫ് എബവ് സർക്കിൾസ് ആൻഡ് ഗീവ് ദെയർ ട്രേസ്. അപ്പോൾ ഈ രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റുക. അപ്പൊ അതിനുവേണ്ടി എ എന്ന സ്ലൈഡർ ഞാനൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് ആ സർക്കിളിൽ രണ്ടും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അപ്പൊ എ എന്ന സ്ലൈഡറിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, മതി. അപ്പൊ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ഇതുമാണ് അല്ലെ? അപ്പോൾ നമുക്ക് ഈ പോയിന്റുകൾ കണ്ടെത്തണം. ആ പോയിന്റ് ആണ് സിയും ഡിയും. ഈ രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അതിന് ഈ പോയിന്റ് ടൂളിൽ ഇന്റർസെക്ട് എന്ന ഓപ്ഷൻ എടുക്കുക. രണ്ട് സർക്കിളിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ സർക്കിൾ ക്ലിക്ക് ചെയ്തു, കണ്ടോ, അത് ലൈവായി. അടുത്ത് ഈ സർക്കിളിലും ക്ലിക്ക് ചെയ്യുക, അതും ലൈവായി. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടി, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സി ആൻഡ് ഡി. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ട്രേസ് അല്ലെ, ഈ രണ്ട് പോയിന്റുകളുടെയും ട്രേസ് ചെയ്യുക. സി ആൻഡ് ഡി എബോവ് സർക്കിൾസ് ആൻഡ് ഗീവ് ദെയർ ട്രേസ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ രണ്ട് പോയിന്റിന്റെയും ട്രേസ് ഒരുമിച്ച് കൊടുക്കണം. അത് ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ സിയിലും ഡിയിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ആകുന്നുണ്ടോ? ഇല്ല അല്ലെ? അതിവിടെ നമുക്ക് ക്യാൻസൽ. ഓക്കെ, ഒന്ന് മൂവ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതോടെ മൂവ് കൊടുക്കാത്തതുകൊണ്ടാണ് സെലക്ട് ആവാത്ത. സിയും ഡിയും ഒരുമിച്ച് സെലക്ട് ചെയ്തു അല്ലെ? സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ കൊടുക്കുക. ഓക്കെ, ട്രേസ് ഓൺ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ആനിമേഷൻ കൊടുക്കുക. ആനിമേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉണ്ടോ, അവിടെ പാത്ത് ട്രേസ് ചെയ്ത് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് നിർബന്ധമായിട്ടും കാണിക്കുക. കാരണം ആ പാത്ത് ട്രേസ് ചെയ്യുന്നത് അവരെ കാണിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ അത് ആനിമേഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അപ്ലെറ്റ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം? ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? 5 എന്ന് കൊടുക്കുക. ലാബ് 9 കോണിക് സെക്ഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഒന്നാമത്തത് അപ്ലെറ്റ് ക്രിയേറ്റഡ്. ജസ്റ്റ് അത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ എഴുതിയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ എക്സാമിനറെ വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് പാത്ത് ട്രേസ് ചെയ്തത് കാണിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. സെറ്റ് ദ വാല്യൂ ഓഫ് സി ആസ് 5. Animate the slider A. Observe the path traced by the points C and D. അപ്പോൾ എന്താണ്? സ്മോൾ ലെറ്റർ സിയുടെ വാല്യൂ 5 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി വീണ്ടും ആ വിൻഡോ എടുത്തു. ജസ്റ്റ് എന്താണ്? സിയുടെ വാല്യൂ 5ലേക്ക് എത്തിക്കുക. സിയുടെ വാല്യൂ എന്താണ്? 5ലേക്ക് എത്തിച്ചു അല്ലെ? സിയുടെ വാല്യൂ 5ലേക്ക് എത്തിച്ചു. നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? സിയുടെ വാല്യൂ 5 ആക്കി. ആനിമേറ്റ് ദ സ്ലൈഡർ എ. സ്ലൈഡർ എ ആനിമേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ സ്ലൈഡർ എ ആനിമേറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ. ഓക്കെ, ഓക്കെ. അപ്പൊ പുതുതായിട്ട് അവിടെ ട്രേസ് ചെയ്ത പാത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതെന്താണ്? ഒരു എലിപ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പാത്ത് ട്രേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? എലിപ്സ് ആണ്. ഇതൊന്ന് സ്റ്റാൻഡേർഡ് വ്യൂയിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആനിമേഷൻ ഓൺ. ഓക്കെ, സ്റ്റാൻഡേർഡ് വ്യൂയിലാക്കിയപ്പോൾ ആ പാത്ത് ട്രേസ് വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ പാത്ത് ട്രേസ് ചെയ്ത് കിട്ടിയത് എന്താണ്? ഒരു എലിപ്സ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇവിടെ വെച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആയി അല്ലെ? പാത്ത് ട്രേസ്ഡ് ബൈ സി ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു എലിപ്സ് ആണെന്ന് മനസ്സിലായി.
നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കൈ ആൻഡ് വെർട്ടിസസ് ഓഫ് ദ കോണിക് ട്രേസ്ഡ്. ഇപ്പൊ നമ്മൾ ട്രേസ് ചെയ്ത കോണിക്കിന്റെ ഫോക്കൈയും എഴുതണം, വെർട്ടിസസും എഴുതുക. അപ്പോൾ ഇതിന്റെ ഫോക്കൈ എന്ന് പറയുന്നത് ഈ രണ്ട് ഫിക്സഡ് പോയിന്റ് ആണെന്ന് അറിയാം. അപ്പൊ ഫോക്കൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്താണ് 5,0, മറ്റേ പോയിന്റ് എന്താണ് -5,0. അത് നിങ്ങൾക്കറിയാം, ആദ്യത്തെ രണ്ട് ഫിക്സഡ് പോയിന്റ് എടുക്കുന്നതാണ് ഫോക്കൈ എന്നുള്ളത്. ഇനി വെർട്ടിസസ് എന്ന് പറയുന്നത് ആ എലിപ്സിന്റെ എൻഡ് പോയിന്റ്സ്. ഇവിടുത്തെ എൻഡ് പോയിന്റ് 7,0, ഇവിടെ എന്താണ് -7,0. അപ്പൊ വെർട്ടിസസ് എന്ന് പറയുന്നത് 7,0 ആൻഡ് -7,0. So foci ±5,0, vertices ±7,0 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അത്ര എഴുതി കഴിയുമ്പോൾ 2 മാർക്കായി. അപ്പൊ ഇവിടെ ഫോക്കൈ എന്താണ്, വെർട്ടിസസ് എന്താണ്, ഈ ഒരു ഐഡിയ മതി. 2 എൻ പോയിന്റ്സ് അതാണ് വെർട്ടിസസ്, അകത്ത് വരുന്ന ആ ഫിക്സഡ് പോയിന്റ്സ് അതാണ് ഫോക്കൈ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ കോണിക്. അടുത്ത് എന്ത് ചെയ്യണം, കോണിക്കിന്റെ ഇക്വേഷൻ എഴുതുക. കോണിക്കിന്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം, ഫോക്കൈ എന്ന് പറഞ്ഞാൽ സി ആണ്, വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എ ആണ്. നമുക്ക് എയും ബിയും വേണം. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്താണ്, x²/s² പ്ലസ് y²/b² = 1. എ എന്ന് പറയുന്നത് എന്താണ്, 7 ആണെന്നറിയാം. ബി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് 5 എന്ന് തോന്നുമെങ്കിലും ആക്ച്വലി അതെന്തല്ല, 5 അല്ല. ഇത് ട്രേസ് ചെയ്തപ്പോൾ ആയതുകൊണ്ട് കട്ടിക്ക് കിടക്കുന്നതേ ഉള്ളൂ, അത് ആക്ച്വലി 5 അല്ല. അപ്പോൾ ആ ബി വാല്യൂ എങ്ങനെ കണ്ടെത്താം? അതിന് നിങ്ങളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. c² = ഇവിടെ താഴെയുണ്ട്, c = √a² - b². അപ്പൊ c² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, a² - b². അതിൽ നിന്ന് b² = a² - c². a² എന്ന് പറഞ്ഞാൽ 49 മൈനസ് b² 25. 49 ൽ നിന്ന് 25 കുറച്ചാൽ എന്ത് കിട്ടും, 24. അപ്പൊ b² എന്തെന്ന് കിട്ടും, 24. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് x²/49 പ്ലസ് y²/24 = 1 എന്ന് എഴുതാം. അവിടെ 5 എന്ന് എഴുതിക്കളയരുത്, അത് കറക്റ്റ് ആയിട്ട് സൂം ഇൻ ചെയ്യുമ്പോൾ 5 തൊടുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ b² കാണാൻ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യുക. c² = a² - b². അതിൽ നിന്ന് b² എന്ത് കിട്ടും, a² - c². എ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, സി വാല്യൂ 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്ത് ആൻസർ ആയി ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. നെക്സ്റ്റ് അതിന്റെ തേർഡ് പാർട്ട്, എഡിറ്റ് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ സി ടു ഗെറ്റ് ദ കർവ് x²/49 പ്ലസ് y²/40 = 1 ആൻഡ് ട്രേസ് ദ കർവ്. അപ്പോൾ ഈ എലിപ്സ് നമുക്ക് എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം. അതിനുവേണ്ടി സ്ലൈഡർ വാല്യൂ ഓഫ് സി എന്ത് കൊടുക്കണം, ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x²/s² പ്ലസ് y²/b². അപ്പൊ a² 49, b² എന്താണ് 40. അപ്പൊ സിയുടെ വാല്യൂ കണ്ടെത്താൻ സാധിക്കുമല്ലോ. c = എന്താണ്, √a² - b², √49 - 40, √9 that is 3. അപ്പൊ c എന്ന് പറയുന്നത് എന്താക്കണം, 3 ആക്കുമ്പോൾ ഈ എലിപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഓഫ് സി എഡിറ്റ് ചെയ്ത് എന്തിലേക്ക് മാറ്റണം, 3 മാറ്റുക. ഇവിടുത്തെ വാല്യൂ 3 മാറ്റുക. ഇതിനൊന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മൾ ഇൻക്രിമെന്റ് പോയിന്റ് 1 കൊടുത്തേ, അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ ഓക്കെ, സി വാല്യൂ എന്തായി, 3 ആയി. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ആനിമേഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ആനിമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ എലിപ്സ് കിട്ടും. നേരത്തെ എലിപ്സ് നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, പുതിയ എലിപ്സ് കിട്ടിക്കഴിഞ്ഞു. ആ പുതിയ എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടോ, x², സി എ എന്ന് പറയുന്നത് 7 ആണ്, അടുത്ത ബി എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് ഓക്കെ കറക്റ്റ് അല്ലേ. സ്റ്റാൻഡേർഡ് വ്യൂയിലോട്ട് വേണമെങ്കിൽ മാറ്റാം. സ്റ്റാൻഡേർഡ് വ്യൂയിലോട്ട് മാറ്റുമ്പോൾ മേളത്ത് കാണാൻ പറ്റില്ല. ഇവിടെ x²/a എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. എന്നാൽ b എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഇതിനൊന്ന് ചെറുതാക്കിയാൽ മതി. കണ്ടോ, 6-നേക്കാളും വലുത് അല്ലേ. അതായത് 40 എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. 40 എന്ന് പറഞ്ഞാൽ 6.something, b² 40. അപ്പൊ b എന്ന് പറഞ്ഞാൽ 6.something. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. സോ വിച്ച് ഈസ് ദ പാത്ത് ട്രേസ്ഡ്. ഈ ട്രേസ് ചെയ്ത പാത്ത് കൂടെ ആൻഡ് ട്രേസ് ദ കർവ് ട്രേസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. സോ ആൻസർ സ്ക്രിപ്റ്റിൽ എന്താണ്, ജസ്റ്റ് ആ സിയുടെ വാല്യൂ 3. അപ്പോൾ എന്ത് ചെയ്യണം, സിയുടെ വാല്യൂ 3 ആക്കി
നമ്മൾ എന്ത് ചെയ്യുക, ആ പാത്ത് ട്രേസ് ചെയ്ത് നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അറിയേണ്ടത് എലിപ്സിന്റെ ഇക്വേഷൻ x²/s² പ്ലസ് y²/b² 1. പിന്നെ ഐഡന്റിറ്റി സി എന്ന് പറയുന്നത് √s² - b². പിന്നെ അറിയേണ്ട കാര്യങ്ങൾ വെർട്ടിസസ് എന്ന് പറയുന്നത് a,0 - a,0, ഫോക്കൈ c,0 - c,0. വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എലിപ്സ് തന്നാൽ അതിന്റെ ഫോക്കൈ എന്താണ്? +or- c,0. വെർട്ടിസസ് എന്താണ്? ഇനി ഈ രണ്ടാമതൊരു ടൈപ്പ് എലിപ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി ഓൾവേസ് ലെസ്-1 ആണോ എന്നൊക്കെ ചോദിക്കാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള മേജർ ആക്സിസിന്റെ ലെങ്ത് എന്തെന്ന് ചോദിക്കാം. മേജർ ആക്സിസിന്റെ ലെങ്ത് A7 ആണെങ്കിൽ മേജർ ആക്സിസ് ലെങ്ത് എന്താണ്? 14, 2a ആണ്. മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്താണ്? 2b ആണ്. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ലാബിലെ 18 മാർക്ക് അല്ലെ, പണ്ട് ആണ് 14 മാർക്ക്, ഇപ്പൊ 8 മാർക്കേ ഉള്ളൂ. 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ലാബിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.